ഹായ് എവ്രി വൺ, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് വന്നേക്കുന്നത്. എന്റെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾ ICICI ബാങ്കിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ അത് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലായിരുന്നു, ബാങ്ക് ജോലി ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല, അതിലേക്ക് ഞാൻ എത്തിപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഓൾറെഡി എന്റെ ഒരു ടെസ്റ്റിമോണിയിൽ, എന്റെ ഒരു സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരിക്കലും എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനോട് എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ഒരാളാണ് ഈ ഒരു ഫീൽഡിനോട്. പക്ഷെ ഞാൻ എങ്ങനെ ഈ ഒരു ബാങ്കിന്റെ ജോബിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സംഭവം എന്ന് പറയുമ്പോൾ, എന്റെ സ്കൂൾ കാലം ഞാൻ ഇപ്പോ ഓർക്കുവാണ്. ഞാനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു കോൺവെന്റ് സ്കൂൾ, സിസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഒരു ലിറ്റിൽ എന്ന് പറയുന്ന ഒരു ടീച്ചർ, മാത്സ് ആണ് പഠിപ്പിക്കുന്നത് ആ ടീച്ചറിന് എനിക്ക് മാത്സിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. മാത്സ് എനിക്ക് ഇഷ്ടമാണ്, മാത്സ് ഒക്കെ ചെയ്യാൻ ഇതാണ്, പക്ഷെ അത് എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആയിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ആ ഒരു ടീച്ചർ മാത്സ് പഠിപ്പിക്കാൻ വരുമ്പോ എനിക്ക് എന്നും തലവേദനയാണ്. എന്താണ് കാരണം എന്നറിയില്ല, മാത്സ് ക്ലാസ്സിന് എനിക്ക് ഭയങ്കര തലവേദനയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സയൻസ് സബ്ജക്റ്റിനോടായിരുന്നു. അപ്പൊ മാത്സ് ഞാൻ എപ്പോഴും, എന്റെ അമ്മയായിരുന്നു എന്നെ ആദ്യമായിട്ട് മാത്സ് പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്ന് ഓർക്കുന്നു, കല്ലുകളൊക്കെ വെച്ചിട്ട് ആയിരുന്നു നമ്പേഴ്സ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ കാര്യങ്ങളൊക്കെ എന്നെ അമ്മയായിരുന്നു ആദ്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് കുഞ്ഞായിരിക്കുന്ന സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും അമ്മയോട് പറയായിരുന്നു, ഈ മാത്സ് ആരാ കണ്ടുപിടിച്ചത്, മാത്സ് കണ്ടുപിടിച്ച ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൊന്നുകളയും എന്നൊക്കെ ഉള്ള രീതിയിൽ അന്ന് ഫണ്ണിയായിട്ട് പറയുമായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ ഒരു സമയം, 7ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ ഒരു ടീച്ചർ, ലിറ്റിൽ എന്ന് പറയുന്ന ടീച്ചർ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കോൺവെന്റില് ആ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു. അപ്പൊ ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ എനിക്ക് എന്നും തലവേദനയാണ്. ഫസ്റ്റ് ടൈം ഒക്കെ എന്നോട് പറയും, സൈഷ്മ കിടന്നോളൂ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ കുറച്ച് നാള് കഴിഞ്ഞപ്പോ ടീച്ചർ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി. അതായത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പറഞ്ഞു, അതിന്റെ സൊല്യൂഷൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എന്നെ വിളിപ്പിച്ചു. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, എനിക്ക് ഇൻട്രസ്റ്റും ഇല്ല മാത്സിനോട്. ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഒരു 8th സ്റ്റാൻഡേർഡിലാണെന്ന് തോന്നുന്നു, എന്തായാലും ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അപ്പോ അന്ന് ടീച്ചർ എന്നോട് പറഞ്ഞു, കൈ നീട്ടാൻ പറഞ്ഞു. എന്നെ കൈ നീട്ടി. അങ്ങനെ എനിക്ക് ഒത്തിരി തല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഒത്തിരി കരഞ്ഞു. ആ ഒരു മാത്സ് ക്ലാസ് മാത്രമല്ല, അതിന് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സും ഒത്തിരി കരഞ്ഞു. പക്ഷെ അതിനുശേഷം എനിക്ക് എന്നോട് പറഞ്ഞു, ഇനി സൈഷ്മയ്ക്ക് ഫസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം തന്നിട്ടേ ഞാൻ ക്ലാസ് തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കൂടെ പഠിച്ചിട്ടുള്ള എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ, ഈ വീഡിയോ കാണുന്നവര് ഓർക്കുന്നുണ്ടാവും ആ ഒരു ടീച്ചറിനെ പറ്റി. നല്ല സുന്ദരിയായിട്ടുള്ള ചുവന്നിരിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. കാരണം ദേഷ്യപ്പെടുമ്പോ ഇങ്ങനെ മുഖമൊക്കെ, കവളൊക്കെ ഇങ്ങനെ ചുവന്നു വരുന്ന ടീച്ചറാ. അങ്ങനെ ആ ടീച്ചർ ഇപ്പോ നമ്മുടെ ആ സ്കൂളിന്റെ HM ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ ടീച്ചർ എനിക്കൊന്ന് അടി തന്നു. അങ്ങനെ ഞാൻ അന്ന് മുതൽ പഠിക്കാൻ തുടങ്ങിയതായിരുന്നു മാത്സ് എന്ന് പറയുന്നത്. അങ്ങനെ മാത്സ് പഠിക്കാൻ തുടങ്ങി. പിന്നെ അടുത്ത എക്സാമിന് എനിക്ക് മാത്സിന്, അതായത് അടുത്ത എക്സാമിനും ടീച്ചർ പോലും ഞെട്ടിപ്പോയി. മാത്സിന് എനിക്ക് 80ക്ക് 72 or 75 ഇതായിരുന്നു കിട്ടിയത്. കാരണം അന്ന് ആ ടീച്ചറിന്റെ മുഖമായിരുന്നു എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഞാൻ മാത്സ് പഠിക്കാൻ തുടങ്ങി. 10th മാത്സ് പഠിക്കാൻ തുടങ്ങി. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറി. +1 +2 ഒക്കെ നമുക്ക് മാത്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ മാത്സ് ഒക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ട്യൂഷനൊക്കെ ഒഴിവാക്കിയിട്ടൊക്കെ ആയിരുന്നു തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്റഗ്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് മാത്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. 90 എബോ, അതായത് 95, 96, 99 ഒക്കെ ആയിരുന്നു ആ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം അന്ന് എനിക്ക് കിട്ടിയ ആ ഒരു അടിയുടെ ഒരു ചൂടുണ്ടല്ലോ, അതും ആ ഒരു ടീച്ചറിനോടുള്ള ഒരു ഇഷ്ടം എനിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാനന്ന് മാത്സ് പഠിച്ചത്. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഒരു ബാങ്കിലൊക്കെ എത്തുന്നു. ബാങ്കിലെ എക്സാംസ് ഒക്കെ എഴുതണമെങ്കിൽ മാത്സ് ഒക്കെ വേണം. അങ്ങനെ അവിടെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2021 2022 എന്റെ മാരേജ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഒത്തിരി മെഡിക്കൽ ഫീൽഡിലെ ജോബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2023 ഞാനൊരു അതായത് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തതിന് ശേഷം
എന്റെ പ്രൊജക്ട് അസിസ്റ്റന്റ് ആയിട്ട്, അതായത് പി എച്ച് ഡിക്കാരുടെ വർക്ക് അസിസ്റ്റ് ചെയ്യുന്ന, അവരുടെ വർക്കുകളൊക്കെ ചെയ്യുന്ന, അവരുടെ റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ എഴുതുന്ന കാര്യങ്ങളും അതുപോലെ റിസർച്ചിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്, മെയിൻ വർക്ക്. അങ്ങനെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസ്, അതുപോലെ തന്നെ എന്താണ് ഡയബറ്റിസ്, അങ്ങനെയുള്ള കുറെ ഡിസീസിനെ പറ്റിയുള്ള സ്റ്റഡി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആ സ്റ്റഡി, ആ ഒരു സമയത്ത് എനിക്ക് എന്തുവാണ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതിനോട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാള് പേപ്പർ വർക്കുകളുമായിട്ട് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് കേരള ഗവൺമെന്റിന്റെ ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജോബിന് എനിക്ക് ഇന്റർവ്യൂ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഇന്റർവ്യൂ ലെറ്ററിന്, അതായത് ഇന്റർവ്യൂ വന്ന സമയത്താണ്, അതായത് 2023 ഒക്ടോബർ മന്തിലായിരുന്നു, ഒക്ടോബർ ഓർ നവംബർ, ഒക്ടോബർ മാസമായിരുന്നു ഈ ഒരു കാര്യം ഉണ്ടാവുന്നത്. അന്ന് എനിക്ക് എക്സാമിന്, അതായത് എക്സാം അല്ല, ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഇന്റർവ്യൂവിന് പോകാനുള്ള ഓഫർ ലെറ്റർ ഒക്കെ കിട്ടി. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ എന്റെ ആ ഒരു റിസർച്ച് ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ലീവ് എടുത്തിട്ട് ആ ഒരു എക്സാമിന്, ആ ഒരു ഇന്റർവ്യൂവിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. അന്നാണ് എന്റെ ഹസ്ബൻഡിന് ഫുഡ് പോയ്സൺ അടിക്കുകയും, അങ്ങനെ എന്താണ് ഷവർമ കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ അടിച്ച് അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അങ്ങനെ എനിക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനായി. കാരണം ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ പുള്ളിയുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ആ ഒരു ഇന്റർവ്യൂവിന് എനിക്ക് പോയേ പറ്റൂ. പക്ഷെ എനിക്ക് പോകാൻ തോന്നിയില്ല. കാരണം എന്റെ ഹസ്ബൻഡ് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റ് ആയിരുന്നത്. അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് ഇരിക്കുന്ന സമയം പുള്ളിക്ക് വേണ്ടി ഞാൻ അവിടെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഈ ഒരു റിസർച്ച് ജോബ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. വെറുതെ ഒന്ന് ഒരു ഗവൺമെന്റിൽ നിന്നുള്ള ഒരു ഇതായതുകൊണ്ട്, ഗവൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെ ഉള്ളൊരു എക്സാം, ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അങ്ങനെ അത് എനിക്ക് പോയി. അങ്ങനെ ഞാൻ അത് വിട്ടു. അത് കഴിഞ്ഞിട്ട് 1 ഇയേഴ്സോളം കഴിഞ്ഞു. വീണ്ടും ഇതുപോലൊരു ഓഫർ വന്നപ്പോൾ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്ലൈ ചെയ്തു. എക്സാം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സമയം എന്ന് പറയുന്നത് എറണാകുളത്തായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എറണാകുളത്ത് ഞാനിപ്പോ ഇവിടെ താമസിക്കുന്ന സമയത്ത് ട്രിവാൻഡ്രത്തല്ല, ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷമാണ്. അപ്പൊ എനിക്ക് ഏറ്റവും പോകാൻ എളുപ്പം എറണാകുളം ആയതുകൊണ്ട് ഞാൻ എറണാകുളത്തേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും ഇങ്ങനെ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ആ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുവാണ്. അതായത് എക്സാം, ഈ ഒരു ഗവൺമെന്റിന്റെ നിയുക്തി എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയും, അതായത് പ്രൈവറ്റ് സെക്ടറും ബാങ്ക് സെക്ടേഴ്സും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു എക്സാം, ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അങ്ങനെ ഞാനത് അറ്റൻഡ് ചെയ്തു. പക്ഷെ ഞാൻ വിചാരിച്ചത് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു ജോബ് നോക്കാമെന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്റെ കുഞ്ഞിന്റെ കൂടെയും ഹസ്ബൻഡിന്റെ കൂടെയും നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു റിസർച്ച് ജോബ് ലെഫ്റ്റ് ചെയ്തു. കാരണം ട്രിവാൻഡ്രത്തെ ആ ഒരു ജോബ്, കാരണം എനിക്ക് 3 പേരും, ഞാനും കുഞ്ഞും ഒരുമിച്ച് ഞങ്ങൾക്ക് നിൽക്കണം എന്നുള്ള ഒരു ഡിസിഷന്റെ ഭാഗമായിട്ട് എനിക്ക് ആ ജോബ് അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതൊരു നല്ലൊരു ജോബായിരുന്നു. ഈ ഒരു പ്രൊജക്ട് അസിസ്റ്റന്റ് അല്ല, റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു ജോബ്, ഇത് നല്ലൊരു ജോബായിരുന്നു. എന്റെ ഫീൽഡുമായിട്ട്, അതായത് ബയോകെമിസ്ട്രി ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബായിരുന്നു. പക്ഷെ ഫാമിലിക്ക് വേണ്ടി ഞാനത് ലെഫ്റ്റ് ചെയ്തു. ആ ഒരു ജോബ് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഒരു ജോബ് വേണം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാൻ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്തു. അങ്ങനെ അവിടെ പോയി ഞാൻ ഒത്തിരി കയറി ഇറങ്ങി. എനിക്ക് മനസ്സിനിണങ്ങുന്ന എന്തെങ്കിലും ജോലി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് പറ്റുന്ന ഒരു ജോബ് എനിക്ക് ആ സമയത്ത് കിട്ടിയില്ല. പിന്നെ നമുക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം കുഞ്ഞുള്ളത് കൊണ്ട് കുഞ്ഞിനെ ഇട്ടിട്ട് നമുക്ക് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരിച്ചു വരാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം എന്റെ ഫാദറിനെ ഞാൻ വിളിച്ചു. ഫാദറിനോട് പറഞ്ഞു, പപ്പ എനിക്ക് പറ്റിയ ജോലിയൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ തിരിച്ചു വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഒന്നോന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വരാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്നോട് ആരോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മനസ്സിൽ, ആ ഒരു കാര്യം കൂടെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ ഈ ഒരു ICICI ബാങ്കിന്റെ സെഷനിലോട്ട് പോയി. അങ്ങനെയാണ് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു, ഒരു ബാങ്ക് എക്സാം ഉണ്ട്, ആ എക്സാം പാസ്സായാൽ മാത്രമേ നിങ്ങളെ ഒരു ജോബിൽ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്ക്
ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതുപോലെ കുഞ്ഞുറങ്ങുന്ന സമയത്തൊക്കെയാണ് പഠിക്കുന്നത്. അങ്ങനെ എനിക്ക് ഇത് ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ ഈ എക്സാം. അങ്ങനെയാണ് പോയി അങ്ങനെ എനിക്ക് സെപ്റ്റംബറിൽ, അതായത് ഓഗസ്റ്റിൽ ഞാൻ എന്റെ പ്രൊജക്ട് അസിസ്റ്റന്റ് ജോബ് ഞാൻ റിസൈൻ ചെയ്യുന്നു. പിന്നെ ഞാൻ എന്തുവാണ് ഈ ഒരു പാർട്ട് ടൈം ആയിട്ട് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു ജോബ് എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ് എനിക്ക് ഈ ഒരു എക്സാം വരുന്നത്. സെപ്റ്റംബർ 12 or 13 ആയിരുന്നു എക്സാം. പക്ഷെ എനിക്കന്ന് വേറൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ട്രാവലിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ എക്സാം എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വീണ്ടും അവർ എക്സാം മാറ്റി അങ്ങനെ 23 മാറ്റിയിട്ടുണ്ടായിരുന്നു. 23 ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 23 തീയതിയുള്ള എക്സാമിനാണ് ഞാൻ പോയി എക്സാം എഴുതുന്നുണ്ടായിരുന്നു. അത് ഒറ്റയ്ക്കായിരുന്നു പോയത്. ഒരു മഴയുള്ള സമയമായിരുന്നു, ബസ്സൊന്നും കിട്ടുന്നില്ല. എങ്കിലും ഞാൻ രാവിലെ എഴുന്നേറ്റു കുഞ്ഞിനെ ഹസ്ബൻഡിന്റെ പേരൻസിന്റെ കയ്യിലാക്കിയിട്ട് ഹസ്ബൻഡിന്റെ കയ്യിലും കൊടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുമായിരുന്നു എക്സാമിന്. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ പണ്ടൊന്നും ട്രാവൽ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാനേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രാവൽ ചെയ്ത് പോയി. ഇവിടെ തിരുവല്ലയല്ല, പത്തനംതിട്ടയിലായിരുന്നു എക്സാം സെന്റർ ഉണ്ടായിരുന്നത്. അങ്ങനെ എക്സാം സെന്ററിൽ പോയി എക്സാം എഴുതി. ഞാനപ്പോ ഓരോ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. ഒരുപാട് കണക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ എക്സാമും അറ്റൻഡ് ചെയ്യുമ്പോൾ, ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴും എന്റെ മനസ്സിലൊരു ഇതാണ്, എനിക്ക് ഇത് കിട്ടിയേ പറ്റത്തുള്ളൂ, ഇതെനിക്ക് കിട്ടണം എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ഓരോന്നും അറ്റൻഡ് ചെയ്തു. അതിന്റെ ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഇങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നെഞ്ചിടിക്കുന്നുണ്ടായിരുന്നു. ആ എക്സാം എങ്ങനെയെങ്കിലും പാസ്സായേ പറ്റത്തുള്ളൂ. അങ്ങനെയായിരുന്നു ആ എക്സാം പാസ്സായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സന്തോഷമായിട്ട് തിരിച്ചു വന്നു. അങ്ങനെയാണ് പിറ്റേ ആഴ്ച തന്നെ നമ്മുടെ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 2 to 3 months ട്രെയിനിങ് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ഈ ഒരു ജോബിൽ എത്തിയത്. അതിനുശേഷം എനിക്ക് അതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്ററും അതിന്റെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ, ICICI ബാങ്കിൽ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ജോബ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 60 years വരെ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലൈസൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ദൈവം അങ്ങനെ ഒരു അവസരവും തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പണ്ട് എന്റെ പേരൻസ്, അതായത് എന്റെ പേരൻസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള കുറെ സ്ട്രഗ്ലിങ്ങിലൂടെയൊക്കെയാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോ പ്രാർത്ഥനയ്ക്ക്, അതായത് പ്രയറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്റെ ഓരോ ജേർണിയിലും എന്റെ കൂടെ ജീസസ് ഉണ്ടായിരുന്നു. എന്റെ ഓരോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെയും ഒക്കെ എനിക്ക് ആ ഒരു ജീസസിന്റെ ഒരു പ്രസൻസ് എനിക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതുമ്പോഴും ഞാൻ പഠിക്കുമ്പോഴും ഒക്കെ ആ ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സക്സസിലൊക്കെ എത്താൻ പറ്റിയത്. അതിന് പുറകിൽ കുറെ വേദനാജനകമായ സിറ്റുവേഷൻസും കുറെ സ്ട്രഗ്ലിങ്. കാരണം ഞാനൊരു അമ്മയാണ്, ഞാനൊരു ഭാര്യയാണ്. അപ്പൊ ആ ഒരു കുറെ സ്ട്രഗിൾ, കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ ഭയങ്കര എന്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ തളരില്ല, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അങ്ങനെയാണ് എന്റെ കൂടെ ജീസസ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയാണ് ഈ ഒരു ജേർണി ഞാൻ കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ അത് സക്സസിലെത്തി. അങ്ങനെ നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളത്താണ്. എറണാകുളം പോവാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്ന് ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ആ ഒരു ടീച്ചറിനെയാണ്, ആ ഒരു മാത്സ് ടീച്ചർ അന്ന് എന്നെ അടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് എന്നെ ആ ടീച്ചറിന് എന്നെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലി എന്നെ അങ്ങനെ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ടീച്ചർ എന്നെ അന്ന് എനിക്കൊരു ഗൈഡൻസ് തന്നതുകൊണ്ട് എനിക്ക് അന്ന് പഠിക്കാൻ പറ്റി. പിന്നെ എന്റെ ഒരു വല്യച്ഛന്റെ മോള്, എന്റെ ഒരു റിലേറ്റീവ് മഞ്ജു എന്ന് പറയുന്ന ചേച്ചി, ആ ചേച്ചി എന്നെ 10th മാത്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടും ഒരു ഗൈഡൻസും ഒക്കെ എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു, ആ ഒരു ടീച്ചറിന്റെ ഒരു ഗൈഡൻസ് ഒക്കെ. അപ്പോ ഞാൻ ഒരിക്കലും ഈ ഒരു ഫീൽഡിൽ ഞാൻ വരുമെന്ന് വിചാരിച്ചതല്ല. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടോ ഇല്ല. കാരണം ഇതിനു മുന്നേ, അതായത് 2 വർഷങ്ങൾക്ക് മുന്നേ IELTS ഒക്കെ പാസ്സായിട്ട്, IELTS ബാങ്ക് ലോണിന് വേണ്ടിയിട്ട്, അതായത് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ അല്ലായിരുന്നത് കൊണ്ട് ബാങ്ക് ലോണിന് വേണ്ടി ഒരുപാട് ബാങ്കുകൾ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതായത് ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞവര്, നമ്മള് കടമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാര്, എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 5 lakh വരെ എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള പൈസ ഇടണമെങ്കിൽ നമ്മുടെ ചെലവുകൾക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കന്ന് ആരും തരാനില്ലായിരുന്നു. അപ്പോ കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ സമയമായപ്പോ മാറിപ്പോയി. അപ്പൊ നമുക്ക് ബാങ്ക് ലോണിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നോക്കി. പക്ഷെ ലാസ്റ്റ് ടൈം പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യും.
ലാസ്റ്റ് ടൈം ആകുമ്പോൾ അത് മാറിപ്പോകും. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരുന്നു. ആ സമയത്ത് കയറി ഇറങ്ങാത്ത ബാങ്കുകൾ ഇല്ല. ആ സമയത്തൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് വർക്ക് ചെയ്യേണ്ടി വരുമെന്നൊന്നും. അന്ന് ഞാൻ ICICI ബാങ്കിൽ ഞാൻ പോയിട്ടുണ്ട്. ICICI ബാങ്കിൽ പോയിട്ടുണ്ട്, SBIയിൽ പോയിട്ടുണ്ടായിരുന്നു. SBIയിൽ ഏകദേശം പേപ്പർ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് അത് റിജക്ട് ആയി പോയത്, ചെറിയ കാരണങ്ങൾ കൊണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക്, അങ്ങനെയുള്ള ഒത്തിരി ബാങ്കുകളിൽ ഈ പോകാത്ത ബാങ്കുകളില്ല. അങ്ങനെയുള്ള ബാങ്കുകളിലെല്ലാം പോയിട്ടാണ് ഈ ഒരു അന്ന് ഞാൻ അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്റെ മനസ്സിൽ. അതായത് 2 years ബാക്ക് അല്ലെങ്കിൽ 1 years ബാക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇവിടെ ഒരു ജോബ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ, വെച്ചാൽ ഒരു പ്രോബ്ലവും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഒരു 5 days കൊണ്ട് കിട്ടേണ്ട കാര്യങ്ങൾ 1 മാസം 4 മാസം കയറി ഇറങ്ങിയിട്ടും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ബാങ്കിൽ ഒരു ജോബ് ഉണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ എനിക്കൊരു ഇതുണ്ടായിരുന്നെങ്കിലോ നല്ലതായിരുന്നില്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ തന്നെ നമ്മളെ ഒരു ചെറിയൊരു ആഗ്രഹം പോലും ദൈവം കാണുന്നു എന്നുള്ളതാണ്. അത് ഇപ്പൊ ഞാനൊരു കാര്യം രാവിലെ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ വൈകിട്ട് എനിക്ക് ദൈവം തരുമായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ എനിക്ക് ആ ഒരു സിറ്റുവേഷൻസ് പല സമയം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും എനിക്ക് വൈകിട്ടാവുമ്പോൾ കിട്ടിയിരിക്കും. ആ സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു കെയറിങ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് എന്നെ അറിയാത്തവര് പോലും എന്ത് ചെയ്യും, എന്നെ കാണാൻ വരുമായിരുന്നു. എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ച സാധനം അതിലുണ്ടായിരിക്കും അവരുടെ കയ്യിൽ. അങ്ങനെയായിരുന്നു. അപ്പൊ ആ ഒരു ഗൈഡൻസ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെയാണ് ഈ ഒരു ജോബ് എന്ന് പറയുന്നത്. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എവിടെ പോയാലും എനിക്ക് ഈ ഒരു ജോബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ലെവലിലേക്ക്, അതായത് ലോകത്തിന് എവിടെ പോയാലും എനിക്ക് ജോബ് ചെയ്യാൻ, ഈ ഒരു ബാങ്കിന്റെ ജോബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ളൊരു ഭാഗ്യം എനിക്ക് ദൈവം തന്നു. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതിന്റെ പുറകിൽ ഒരുപാട് സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഞാനിത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇതുപോലെ സ്ട്രഗ്ലിംഗ് അനുഭവിക്കുന്നവർ ഒത്തിരി ഉണ്ടാവും. നിങ്ങൾ ഒരു ലെവലിൽ എത്താതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നവരുണ്ടാവും. പക്ഷെ അതല്ല നമ്മുടെ ലൈഫ് നിർണ്ണയിക്കുന്നത്. നമ്മുടെ ലൈഫ് മുന്നോട്ട് കിടപ്പുണ്ട്. അവിടെ എവിടെയെങ്കിലും നമ്മളൊരു ലെവലിൽ എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് സംസാരിക്കാം. ഈ ഒരു ഇതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അത്